മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന വിവാഹവേദിയിൽ ദിലീപിന് കിട്ടിയ സ്വീകരണം വീണ്ടും ഒരു കാര്യം വെളിവാക്കുകയാണ്. വലിയ വിവാദങ്ങളും പ്രതിസന്ധികളും പിന്നിലാക്കി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ശക്തമായി ദിലീപ് പിടിമുറുക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമെല്ലാം ആ കല്യാണ വീട്ടിൽ സ്നേഹം കൊണ്ട് ദിലീപിനെ പുറത്തുമുട്ടിച്ചു. ഓഫ് സ്ക്രീനിൽ ആദ്യമായി കണ്ടു നിറഞ്ഞ നിലയിൽ കാണപ്പെട്ട ദിലീപിന്റെ ആ വികാരങ്ങൾ കിട്ടിയ അതേ പരിധിയില്ലാത്ത സ്നേഹത്തിന്റെയും സ്വീകരണത്തിന്റെയും പ്രതിഫലനമായിരുന്നു. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒരുപോലെ നൽകി നിറച്ച ആ സ്നേഹവർഷം ദിലീപ് ഇന്നും ജനപ്രിയനെന്ന നിലപാടിൽ അലയില്ലാതെ നിൽക്കുന്നുവെന്ന് കാണിച്ചു തന്ന നിമിഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം ശ്രീനിവാസന്റെ വേർപാടറിഞ്ഞ് തെന്നിന്ത്യ ഒന്നാകെ കണ്ടനാട്ട് വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും തുടങ്ങി മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളെല്ലാം ശ്രീനിവാസൻ അരികിലിരുന്നു. വിമലയെയും മക്കളെയും ആശ്വസിപ്പിച്ചു. മരണവാർത്തയറിഞ്ഞ് ആദ്യം ഓടിയെത്തിയവരിൽ ഒരാൾ നടൻ ദിലീപായിരുന്നു. പിന്നാലെയാണ് മമ്മൂട്ടി മോഹൻലാലും എത്തിയത്. പ്രിയപ്പെട്ട ശ്രീനിയേട്ടന് വിട. സ്നേഹത്തോടെ ഉപദേശിക്കുവാനും പരിഭവം തോന്നാത്ത വിധം വഴക്ക് പറയാനും ഇനി ശ്രീനിയേട്ടനില്ല. എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരാളില്ല എന്നറിയുമ്പോൾ വാക്കുകൾ മുറിയുന്നു. സ്വന്തം പ്രവർത്തന മേഖലയിൽ ഇത്രയേറെ മികവ് തെളിയിച്ച മറ്റൊരാൾ ഉണ്ടോ എന്ന തന്നെ സംശയം. എന്റെ ജീവിതത്തിലും മലയാള സിനിമയിലും ശ്രീനിയേട്ടന്റെ സാന്നിധ്യമില്ലാത്ത ശൂന്യത വളരെ വലുതായിരുന്നു. ആദരാഞ്ജലികൾ എന്നാണ് ദിലീപ് പറഞ്ഞത്. കണ്ടനാട്ടെ വീട്ടിൽ സംവിധായകനും നടനുമായ ലാലും ശ്രീനിവാസനെ അവസാനമായി കാണാനും ആദരാഞ്ജലി അർപ്പിക്കുവാനും എത്തിയിരുന്നു. ഭൗതികദേഹം കാണാനെത്തിയ ലാലിനെ ഹസ്തദാനം നൽകി സ്വീകരിച്ചത് ദിലീപ് തന്നെയാണ്. ആ വീഡിയോ ഏറെ വൈറലായി മാറുകയും ചെയ്തു. നടിയെ ആക്രമിച്ച കേസും വിവാദവും ആരംഭിച്ചതിനു ശേഷം ലാലും ദിലീപും ശത്രുതയിലാണെന്ന ധാരണയിലായിരുന്നു പ്രേക്ഷകർ. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു വീഡിയോ ചർച്ചയായി മാറിയത്. കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപ് ഇക്കഴിഞ്ഞ ഡിസംബർ 8-നാണ് കുറ്റവിമുക്തനാക്കിയത്. മാത്രമല്ല, കേസിന്റെ ആരംഭഘട്ടം മുതൽ ലാൽ അതിജീവിതയായ നടിക്കൊപ്പമാണ്. ആക്രമിക്കപ്പെട്ട ശേഷം നടി ആദ്യം അഭയം തേടി ചെന്നതും ലാലിന്റെ വീട്ടിലേക്ക്. ലാലാണ് പോലീസ് അടക്കമുള്ളവരെ വിളിച്ചതും കേസ് മറ്റുമായി നീങ്ങുവാൻ അതിജീവിതയ്ക്ക് ധൈര്യം കൊടുത്തതും. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ദിലീപിനെ കാണുമ്പോൾ തന്നെ ഹസ്തദാനം നൽകുന്നതും സംസാരിച്ച കാര്യങ്ങൾ പങ്കുവെക്കുന്നതുമെന്നുമെല്ലാം സംശയം ആളുകൾ കമന്റ് ബോക്സിൽ ഉയർത്തി. കുടിക്കാനായി വെള്ളമടക്കം ലാലിന് എടുത്തു നൽകിയതും ദിലീപ് തന്നെയാണ്. ദിലീപിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരാളല്ലേ ലാൽ എന്ന ചോദ്യമാണ് ഏറെ ഉയർന്നത്. സന്ദേശം സിനിമയിൽ ശ്രീനിയേട്ടൻ എഴുതിയ ആ പഴയ ഡയലോഗാണ് അവരെ കാണുമ്പോൾ ഓർമ്മ വന്നത്. പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നാണ് ഒരാൾ കുറിച്ചത്. ഇവർക്കെല്ലാം വേണ്ടി കമന്റ് ബോക്സിൽ വന്ന് തല്ലുകൂടുന്നവരല്ലേ ശരിക്കും മണ്ടന്മാർ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം. ഒരു വിഷയത്തിൽ അവനവന്റേതായ നിലപാട് സ്വീകരിക്കുന്നുവെന്നേ ഉള്ളൂ. വ്യക്തിവൈരാഗ്യമൊന്നും വെച്ച് പുലർത്താനുണ്ടാവില്ല. അവർ സഹപ്രവർത്തകരല്ലേ എന്നാണ് വേറൊരാൾ കുറിച്ചത്. നടിയെ ആക്രമിച്ച കേസ് ഇനി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തീർച്ചയായും അവിടെ അറിയിക്കുമെന്നാണ് വിധി കേട്ട ശേഷം ലാൽ അടുത്തിടെ പ്രതികരിച്ചത്. കല്യാണരാമൻ, കിങ് ലയർ തുടങ്ങി നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ലാലും ദിലീപും. കൂടാതെ ശാന്തിവിള ദിനേശിന്റെ ഒരു പ്രതികരണവും ശ്രദ്ധ നേടുന്നുണ്ട്. ദിലീപിനെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന തനിക്ക് മുൻപേ തന്നെ ലഭിച്ചിരുന്നുവെന്നാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞത്. ഇക്കാര്യം താൻ ദിലീപുമായി പങ്കുവച്ചിരുന്നു. എന്നാൽ അതൊക്കെ സംഭവിക്കുമോ എന്നൊരു ഭാവമായിരുന്നു അദ്ദേഹത്തിനെന്നും ശാന്തിവിള പറഞ്ഞു. ഒരു അമ്പലത്തിൽ രാവിലെ എത്തി ദൈവത്തോട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് പ്രസാദം വാങ്ങി കുറിയിട്ട് ഇറങ്ങുമ്പോഴാണല്ലോ ഒരു പോലീസുകാരൻ ദിലീപിനെ വിളിക്കുന്നത്. താങ്കൾ ഞങ്ങൾക്ക് തന്ന പരാതിയിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ മാഡത്തിന് ചില കാര്യങ്ങളെ വിശദീകരണം വേണം. ഒന്ന്, ഞങ്ങളുടെ ക്യാമ്പ് വരെ വരാമോ എന്ന് പറഞ്ഞ് വിളിച്ചത്. ഞാൻ വരാമെന്ന് ദിലീപ് പറഞ്ഞു. അയാൾ മാസ ശമ്പളം കൊടുക്കുന്ന അയാളുടെ പേഴ്സണൽ വക്കീലുണ്ട്. ആ വക്കീലിനെ പോലും കൂട്ടാതെ തൊഴുതുകൊണ്ടുവന്ന ദൈവത്തിന്റെ മാത്രം പറഞ്ഞിട്ട് ചെന്ന് കയറി കൊടുത്തു. പിടിച്ചകത്തോട്ട് 88 ദിവസം. മിസ്റ്റർ ഡിങ്ങിന്റെ പൂജയ്ക്ക് തലസ്ഥാനത്ത് വന്ന ദിലീപിനെ മാറ്റി നിർത്തി ഞാനൊരു കാര്യം പറഞ്ഞു. ഈ കേസ് ഒന്നും വരുമെന്ന് ആർക്കും അറിയില്ലല്ലോ. ദിലീപെ അടുത്ത 2 ദിവസത്തിനകം നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുൻകൂർ ജാമ്യം വല്ലതുമെടുത്ത് തടയണമെന്ന്. അത് കേട്ട ദിലീപിന്റെ മുഖം ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നായിരുന്നു ദിലീപിന്റെ ഭാവം. എന്തോന്ന് ഭായി എന്നീ പറയണമെന്നുള്ള രീതിയിലാണ് ദിലീപ് എന്നെ നോക്കിയത്. ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് താങ്കൾക്ക് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് ഒഴിവാക്കി. ഭായി എന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ മുൻകൂർ ജാമ്യത്തിന് പോകണമെന്നാണ് ദിലീപ് എന്നോട് ചോദിച്ചത്. ശരിയാണ്, അയാൾ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ ഇയാൾ എന്തോ ചെയ്തുകൊണ്ടാണ് പോകുന്നതെന്ന് തോന്നാം. എന്നിട്ട് ഒരു നിമിഷം അയാൾ കണ്ണടച്ചിങ്ങനെ മുകളിലേക്ക് നോക്കി.
അവിടെ ഇരിക്കുന്ന ആൾ നോക്കിക്കോളുമെന്ന് പറഞ്ഞു. ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, പെണ്ണുങ്ങളാണ് നിങ്ങളെ ശത്രുവാക്കിയിരിക്കുന്നത്. എന്തും ചെയ്യും അവറ്റകൾ. കാരണം എതിരാളിയെ കിട്ടിയാൽ അവന്റെ കട്ടപ്പുക കാണുന്നത് വരെ അടങ്ങില്ല. ഈ പെണ്ണിന് ദേഷ്യം വന്നാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോഴും അയാൾ പറഞ്ഞത് മോളിലിരിക്കുന്ന ആൾ നോക്കിക്കോളും ഭായി എന്നാണ്. പിന്നെ അങ്ങേർക്ക് ഇതല്ലേ പണി? നൂറ് കൂട്ടം പ്രശ്നങ്ങളിൽ ഇടപെട്ട് കക്ഷി വല്ലാത്ത വിഷമവൃത്തങ്ങളിലാണ്. എന്റെ പൊന്നാ ദിലീപേ, അതിനിടയിൽ നിങ്ങളുടെ കാര്യം നോക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടാവില്ല ദിലീപേ എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞുവെന്ന് ശാന്തിവിള പറയുന്നു. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിച്ചത് ഈ നാട്ടിൽ ദിലീപിനെതിരെ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ കണ്ടപ്പോഴാണ്. അതിന് മുഖ്യമന്ത്രിയുടെ എല്ലാ പിന്തുണയും ഉള്ളതുകൊണ്ടായിരിക്കാം അയാളും അപ്പുണ്ണിയും സംഘവും ശബരിമലയിൽ പോയി. പൊരിവെയിലത്ത് അയാൾ അയ്യപ്പ തിരുസന്നിധിയിൽ ഭക്തിയിൽ ലയിച്ചു നിൽക്കുന്നു. അതേസമയം അയാളുടെ നാട്ടിലാണെങ്കിലോ എറണാകുളം ശിവക്ഷേത്രയിലെ 2026 ഉത്സവത്തിന്റെ ചിലവിലേക്കുള്ള കാശ് പിരിക്കുവാൻ കൂപ്പൺ അടിച്ച് ആദ്യ കൂപ്പൺ ഡിസംബർ 16 6:30 ദീപാരാധനയ്ക്ക് ശേഷം പ്രമുഖ ചലച്ചിത്ര താരം ദിലീപ് വിതരണം ആരംഭിക്കുമെന്ന് പോസ്റ്ററൊക്കെ ഇറക്കി നിൽക്കുന്നു. ദിലീപ് നിരപരാധിയാണെന്ന് വിധി വന്നപ്പോൾ അയാളെ അതിൽ നിന്ന് മാറ്റി ദേവസ്വം എള്ളോളം ആയുസ്സുണ്ടെങ്കിൽ എറണാകുളത്ത് അപ്പൻ കാക്കും രക്ഷിക്കുമെന്ന ടാഗ് ലൈൻ ഒക്കെ കൊടുത്ത് പരസ്യമെല്ലാം ദേവസ്വം ബോർഡ് ചെയ്ത ശേഷം ദിലീപിനെ അങ്ങ് ഒഴിവാക്കി. കാരണം അയാൾ നിരപരാധിയാണെന്ന് കോടതി വിധിച്ചു. അതാണ് പ്രശ്നം. കുറ്റവാളിയായിരുന്നെങ്കിൽ അയാൾ തന്നെ ഉദ്ഘാടനം ചെയ്തനെ. ഏത് നേതാവ് വിളിച്ചു പറഞ്ഞിട്ടാകും ദിലീപിനെ മാറ്റുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ദിലീപ് ഒരു നിരീശ്വരവാദിയോ ദൈവത്തിന്റെ കട്ടളപ്പാളി അടിച്ചുമാറ്റിയിട്ട് സ്വർണത്തിന് പകരം ചെമ്പ് വെച്ചവനോ അല്ല. അയാൾ ഒരു നല്ല ദൈവവിശ്വാസിയാണ്. ആരെയോ സുഖിപ്പിക്കാനായിരിക്കും ഈ ചടങ്ങിൽ നിന്ന് ക്ഷണിച്ചിട്ട് ദിലീപിനെ മാറ്റിയത്. ഇതുകൊണ്ടൊക്കെ ഭരണകർത്താക്കൾ നാറുമെന്നല്ലാതെ ദിലീപിനൊരു ചുക്കും സംഭവിക്കാൻ ഇടയില്ല എന്നാണ് ശാന്തിവിള പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്നതിനെ വിളിച്ച് ഉണർത്തിയിട്ട് ചോറില്ല എന്ന് പറഞ്ഞ കണക്ക് വളരെ മോശമായി ചെയ്തതായി പോയി ഇത് എന്ന് മാത്രമേ വാസവൻ മന്ത്രിയോട് പറയാനുള്ളൂ എന്നാണ് യൂട്യൂബ് ചാനലിലൂടെ ശാന്തിവിള ദിനേശ് പ്രതികരിച്ചത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.